ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ അവന്റെ, അവളുടെ, അതിന്റെ തുടങ്ങിയ വാക്കുകൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം അവന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ഉസ്ക ഭായി, ക എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. അവളുടെ സഹോദരി ഉസ്കി ബഹൻ, ഇവിടെ അവന്റെ സഹോദരി എന്നായിരുന്നെങ്കിലും ഉസ്കി ബഹൻ എന്ന് തന്നെയാണ് എഴുതുക. പിന്നെ അതിന്റെ താഴെ ഉസ്കെ നീച്ചെ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഉസ്ക, ഉസ്കി, ഉസ്കെ എന്നുള്ള ഡിഫറൻസ് വരുന്നത് ആ വാക്കുകൾക്ക് ശേഷം വരുന്ന വാക്ക് ഏത് ലിംഗത്തിൽ പെട്ടതാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഭായി എന്ന് പറയുന്നത് എന്താണ്, പുല്ലിംഗമായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷനായതുകൊണ്ടാണ് ഉസ്ക എന്ന് ഉപയോഗിച്ചത്. ഇവിടെ സഹോദരി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് ഉസ്കി ബഹൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഉസ്കെ നീച്ചെ, അതിന്റെ താഴെ, കൂടുതലായിട്ടും നമ്മൾ അതിന്റെ എന്ന് പറയുമ്പോൾ ഉസ്കെ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പൊ നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അമ്മ എന്ന് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ താഴെ കോമെന്റ്സിൽ എല്ലാവരും എഴുതാം കേട്ടോ.